ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്ക് ആവേശം കൂട്ടിക്കൊണ്ട് പുതിയൊരു പ്രഖ്യാപനം കൂടി എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8-ന് മുന്നോടിയായി സാധാരണക്കാരായ മത്സരാർത്ഥികൾക്ക് അവസരം നൽകുന്ന പുതിയൊരു സ്പിൻ ഓഫ് പ്രീ ഷോയാണ് ഏഷ്യാനെറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഗ്നിപരീക്ഷ എന്നാണ് ഈ പുതിയ പരിപാടിക്ക് നൽകിയിരിക്കുന്ന പേര്. പേര് പോലെ തന്നെ മത്സരാർത്ഥികൾക്ക് മുന്നിൽ വലിയ പരീക്ഷണങ്ങളാണ് ഷോ ഒരുക്കുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന പുതിയ പ്രോമോ നൽകുന്ന സൂചന. ബിഗ് ബോസ് മലയാളത്തിന്റെ ഓരോ സീസണിലും സെലിബ്രിറ്റികൾക്കും സോഷ്യൽ മീഡിയ താരങ്ങൾക്കും വിവിധ മേഖലകളിൽ ശ്രദ്ധ നേടിയ വ്യക്തികൾക്കുമൊപ്പമാണ് മത്സരാർത്ഥികളായി എത്തുന്നത്. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാരായ ആളുകൾക്കും ബിഗ് ബോസ് വീട്ടിലേക്കുള്ള വാതിൽ തുറക്കുകയാണ്. അതിനുള്ള ആദ്യഘട്ടമായാണ് അഗ്നിപരീക്ഷ എത്തുന്നത്. ഓഡീഷനുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കോമണർ മത്സരാർത്ഥികളായിരിക്കും ഈ പ്രീ ഷോയിൽ മാറ്റുരയ്ക്കുക. ബിഗ് ബോസ് വീട്ടിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കില്ല. അതിനു മുൻപ് തന്നെ തങ്ങളുടെ കഴിവും മാനസിക ശക്തിയും ശാരീരിക ക്ഷമതയും തെളിയിക്കേണ്ടി വരും. അതായത് ബിഗ് ബോസ് എന്ന വലിയ വേദിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഒരു കടുത്ത പരീക്ഷണഘട്ടം മത്സരാർത്ഥികൾക്ക് നേരിടേണ്ടി വരും. അഗ്നിപരീക്ഷ എന്ന പേര് തന്നെ ഷോയുടെ സ്വഭാവത്തെക്കുറിച്ച് വലിയൊരു സൂചന നൽകുന്നുണ്ട്. സാധാരണക്കാരായ നിരവധി പേർ ഓഡീഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ടാകും. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇനി മറ്റൊരു വലിയ കടമ്പയാണ് മുന്നിലുള്ളത്. ടാസ്കുകളും വിലയിരുത്തലുകളും നേരിട്ട് അതിജീവിച്ചാൽ മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ 8-ന്റെ മെയിൻ സീസണിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാൻ സാധിക്കൂ. ഈ ഷോയുടെ മറ്റൊരു വലിയ പ്രത്യേകത അവതാരകയായി എത്തുന്ന റെനീഷ റഹീമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 5-ലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ താരമാണ് റെനീഷ. ബിഗ് ബോസ് വീട്ടിലെ ശക്തമായ സാന്നിധ്യമായിരുന്നു റെനീഷ. ഇപ്പോൾ മറ്റൊരു റോളിലാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. മത്സരാർത്ഥികളെ മുന്നോട്ട് നയിക്കുകയും ടാസ്കുകളുടെയും പരീക്ഷണങ്ങളുടെയും ഭാഗമാവുകയും ചെയ്യുന്ന അവതാരികയായി റെനീഷ എത്തുമ്പോൾ ഷോയ്ക്ക് കൂടുതൽ ആവേശം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ബിഗ് ബോസ് അനുഭവമുള്ള ഒരാൾ തന്നെ കോമണർ മത്സരാർത്ഥികളുടെ യാത്രയ്ക്ക് അവതാരകയാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. ബിഗ് ബോസ് വീടിനുള്ളിലെ മത്സരത്തിന്റെ സമ്മർദ്ദം എന്താണെന്ന് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള റെനീഷയ്ക്ക് മത്സരാർത്ഥികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും അവരുടെ പ്രകടനങ്ങളെ കൂടുതൽ ആഴത്തിൽ വിലയിരുത്താനും കഴിയുമെന്ന പ്രതീക്ഷയും പ്രേക്ഷകർക്കുണ്ട്. എന്നാൽ അവതാരക മാത്രമല്ല, അഗ്നിപരീക്ഷയുടെ വിധി നിർണയവും ശ്രദ്ധേയമാണ്. ബിഗ് ബോസ് മലയാളം സീസണുകളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതയായ അഖിൽ മാരാർ, റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ് എന്നിവരാണ് പ്രധാന ജഡ്ജിമാരായി എത്തുന്നത്. മൂവരും ബിഗ് ബോസ് വേദിയിൽ വ്യത്യസ്തമായ അനുഭവങ്ങളും വ്യക്തിത്വങ്ങളും പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിലയിരുത്തലുകൾ ഷോയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാകുമെന്നാണ് സൂചന. മത്സരാർത്ഥികളുടെ പ്രകടനം മാത്രമല്ല, അവരുടെ ആത്മവിശ്വാസം, സാഹചര്യങ്ങളുടെ നേരിടാനുള്ള കഴിവ്, തീരുമാനമെടുക്കുന്ന രീതി തുടങ്ങിയ കാര്യങ്ങളും ജഡ്ജിമാർ പരിശോധിച്ചേക്കാം. അഖിൽ മാരാർ എന്ന പേര് ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചിതമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 5-ലെ വിജയിയായി അഖിൽ മാരാർ തന്റെ ശക്തമായ ഗെയിം പ്ലാനിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും വലിയൊരു ആരാധക വൃത്തത്തെ സ്വന്തമാക്കിയിരുന്നു. ഇപ്പോൾ മത്സരാർത്ഥികളെ വിലയിരുത്തുന്ന ജഡ്ജിന്റെ റോളിൽ അഖിൽ എത്തുന്നത് വലിയ കൗതുകമാണ് സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ റിയാസ് സലീമും ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. വ്യത്യസ്തമായ ചിന്തകളും തുറന്ന അഭിപ്രായ പ്രകടനങ്ങളും കൊണ്ട് ശ്രദ്ധ നേടിയ റിയാസ് മത്സരാർത്ഥികളുടെ മാനസിക സമീപനങ്ങളെ വിലയിരുത്തുന്നതിൽ എങ്ങനെ ഇടപെടും എന്നതും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. രഞ്ജിനി ഹരിദാസിന്റെ സാന്നിധ്യവും ഷോയ്ക്ക് മറ്റൊരു തലത്തിലുള്ള ഊർജം നൽകും. ശക്തമായ അവതരണ ശൈലിയും വ്യക്തമായ അഭിപ്രായ പ്രകടനവും കൊണ്ട് ശ്രദ്ധ നേടിയിട്ടുള്ള രഞ്ജിനി മത്സരാർത്ഥികളുടെ പ്രകടനത്തെ എങ്ങനെയായിരിക്കും വിലയിരുത്തുക എന്നത് കാണേണ്ടതാണ്. ഇനി മത്സരത്തിന്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ അഗ്നിപരീക്ഷയിൽ ശാരീരികവും മാനസികവുമായ ടാസ്കുകൾക്ക് പ്രധാന പ്രാധാന്യം ലഭിക്കുമെന്നതാണ് പുറത്തുവന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്ന ഒരാൾക്ക് ശാരീരിക ശേഷി മാത്രം പോരാ, സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും തന്ത്രപരമായി ചിന്തിക്കാനും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ളവരുമായി മത്സരിക്കാനും കഴിയണം. അതുകൊണ്ട് തന്നെ ഈ പ്രീ ഷോ ഒരു സാധാരണ ടാലന്റ് ഷോ പോലെ ആയിരിക്കില്ലെന്നാണ് പ്രതീക്ഷ. മത്സരാർത്ഥികളെ വിവിധ സാഹചര്യങ്ങളിൽ പരീക്ഷിച്ചുകൊണ്ട് ബിഗ് ബോസ് വീട്ടിലെത്താൻ യഥാർത്ഥത്തിൽ യോഗ്യരായവരെ കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഒരു ടാസ്കിൽ വിജയിച്ചാൽ മാത്രം മുന്നോട്ടു പോകാൻ കഴിയുമോ, അതോ തുടർച്ചയായി നിരവധി പരീക്ഷണങ്ങളിലൂടെയാണോ മത്സരാർത്ഥികൾക്ക് മുന്നോട്ടു പോകേണ്ടി വരിക? ആരൊക്കെയായിരിക്കും സമ്മർദ്ദത്തെ അതിജീവിക്കുക? ആരായിരിക്കും പാതി വഴിയിൽ പുറത്താകുക? ഏറ്റവും പ്രധാനമായി ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8-ലേക്ക് നേരിട്ട് ടിക്കറ്റ് നേടുക? ഇതെല്ലാം തന്നെയാണ് ഇനി അറിയാനുള്ളത്. കോമണേഴ്സിന് ബിഗ് ബോസ് വേദിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം നൽകുന്നത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റമായി മാറാൻ സാധ്യതയുണ്ട്. സാധാരണ ജീവിതത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്താനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പങ്കെടുക്കുന്നവരുടെ ജീവിതവും വ്യക്തിത്വവും അവരുടെ അനുഭവങ്ങളും പ്രേക്ഷകർക്ക് കൂടുതൽ കൗതുകം നൽകാൻ സാധ്യതയുണ്ട്. ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയിൽ ഏറ്റവും വലിയ ഘടകം മത്സരാർത്ഥികളുടെ വ്യക്തിത്വമാണ്.
സെലിബ്രിറ്റി പശ്ചാത്തലമില്ലാതെ കോമണർമാർ എത്തുമ്പോൾ അവരുടെ യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ തന്നെയായിരിക്കും പലപ്പോഴും അവരുടെ ഏറ്റവും വലിയ ശക്തി. അതേസമയം ക്യാമറകൾക്ക് മുന്നിൽ സമ്മർദ്ദം, മത്സരത്തിന്റെ കടുപ്പം, ജഡ്ജിമാരുടെ വിലയിരുത്തൽ എന്നിവയെ എങ്ങനെ നേരിടുന്നു എന്നതും നിർണായകമാകും. അഗ്നിപരീക്ഷയുടെ പുതിയ പ്രോമോ ഇതിനോടകം തന്നെ പ്രേക്ഷകരിൽ വലിയ കൗതുകമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇത്രയും വലിയൊരു മത്സരവേദി ഒരുക്കുന്നത് പ്രേക്ഷകരുടെ ആവേശം വർദ്ധിക്കാനുള്ള നീക്കമായും കാണാം. ബിഗ് ബോസ് സീസൺ 8 കോമണേഴ്സിന് ലഭിക്കുന്ന അവസരം എത്രത്തോളം വ്യത്യസ്തമായിരിക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. അഗ്നിപരീക്ഷയിൽ വിജയിച്ച മെയിൻ സീസണിലേക്ക് എത്തുന്നവർക്ക് ബിഗ് ബോസ് വീട്ടിൽ സെലിബ്രിറ്റികളോടൊപ്പം മത്സരിക്കേണ്ടി വരും. അവിടെ തങ്ങളുടെ വ്യക്തിത്വവും ഗെയിം പ്ലാനും തെളിയിക്കുക എന്നത് മറ്റൊരു വലിയ വെല്ലുവിളിയായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ അഗ്നിപരീക്ഷ ഒരു പ്രീ ഷോ എന്നതിലുപരി ബിഗ് ബോസ് വീട്ടിലേക്കുള്ള ആദ്യത്തെ വലിയ വാതിലാണ്. ഓഡീഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സാധാരണക്കാർ ഇനി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്നിലേക്ക് നേരിടുകയാണ്. ശാരീരിക ടാസ്കുകൾ, മാനസിക പരീക്ഷണങ്ങൾ, ജഡ്ജിമാരുടെ വിലയിരുത്തൽ ഇവയെല്ലാം കടന്നുപോയി ഒടുവിൽ ആരൊക്കെയാകും ബിഗ് ബോസ് സീസൺ 8ന്റെ ഭാഗമാകുക എന്നാണ് ഇനി അറിയേണ്ടത്. റെനീഷ റഹീം അവതാരികയായി എത്തുന്നു. അഖിൽ മാരാർ, റിയ സലിം, രഞ്ജിനി ഹരിദാസ് എന്നിവർ വിധികർത്താക്കളായി എത്തുന്നു. മറുവശത്ത് ബിഗ് ബോസ് സ്വപ്നവുമായി നിരവധി കോമണർ മത്സരാർത്ഥികൾ. ഇവരിൽ ആരാണ് ഏറ്റവും ശക്തൻ? ആരാണ് മാനസികമായി മുന്നിൽ? ആരാണ് സമ്മർദ്ദത്തിന് കീഴടങ്ങാതെ അവസാനം വരെ പിടിച്ചു നിൽക്കുക? ഇതിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ആവേശം തുടങ്ങുന്നതിന് മുൻപ് അഗ്നിപരീക്ഷയിലൂടെ പ്രേക്ഷകർക്ക് ഒരു പുതിയ മത്സര വിരുന്നാണ് ലഭിക്കുന്നത്. സാധാരണക്കാരിൽ നിന്ന് ബിഗ് ബോസ് താരങ്ങളിലേക്കുള്ള ഈ യാത്രയിൽ ആരൊക്കെയാണ് വിജയിക്കുന്നതെന്ന് തന്നെയാകും ഇനി ഏറ്റവും വലിയ ചോദ്യം. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം ആരാധകർക്ക് മുന്നിൽ അടുത്ത വലിയ കൗതുകം സീസൺ 8 മാത്രമല്ല, അതിനു മുൻപ് നടക്കുന്ന ഈ അഗ്നിപരീക്ഷ കൂടിയാണ്. കോമണേഴ്സിന്റെ പോരാട്ടം എത്രത്തോളം കടുപ്പമേറിയതായിരിക്കും? ആരൊക്കെയാണ് അതിജീവിക്കുക? ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ടിക്കറ്റ് നേടുക? എന്നറിയാൻ ഇനി ഷോയുടെ തുടക്കത്തിനായി കാത്തിരിക്കാം.